We are going to start with the fifth module of marketing management. Marketing communication എങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ എങ്ങനെ കസ്റ്റമേഴ്സിൻ്റെ നീഡ്, വാണ്ട്സ്, ഡിമാൻഡ്സ് ഇത് നമുക്കറിയാം, എങ്ങനെ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് കൂടുതലായിട്ട് നമുക്ക് കോണ്ടാക്റ്റ് ചെയ്യാം എന്നുള്ള ഡീറ്റെയിൽസ് ആണ് ഈ മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ എന്ന ടോപ്പിക്കിനകത്ത് വരുന്നത്. As we all know, good communication is important in building and maintaining company's customer relationship. ഒരു കമ്പനിയുടെ കസ്റ്റമേഴ്സുമായിട്ടുള്ള ബന്ധം ഏറ്റവും നല്ലതാക്കണമെങ്കിൽ നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണം. നമുക്കറിയാം, കമ്പനി ഒരു പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്ത് അത് കസ്റ്റമേഴ്സിൻ്റെ അടുത്തേക്ക് എത്തിക്കുവാൻ ഒരു ലിങ്ക് ഫോളോ ചെയ്യുന്നുണ്ട്. അതിനെയാണ് നമ്മൾ സപ്ലൈ ചെയിൻ എന്ന് നമ്മൾ പറയുന്നത്. കമ്പനി, ഹോൾസെയിലേഴ്സ്, റീറ്റെയിലേഴ്സ്, കൺസ്യൂമേഴ്സ്, ഇങ്ങനൊരു ചെയിൻ അവരെപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു ബ്ലോക്ക് ഡയഗ്രമാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. സോ കമ്പനി പ്രൊഡ്യൂസേഴ്സ്, അവരത് ഇൻ്റർമീഡിയറ്ററീസ് അല്ലെങ്കിൽ ഹോൾസെയിലേഴ്സ് അല്ലെങ്കിൽ റീറ്റെയിലേഴ്സിന് ട്രാൻസ്ഫർ ചെയ്യുന്നു. അവരതിൽ നിന്ന് കൺസ്യൂമേഴ്സ് അല്ലെങ്കിൽ കസ്റ്റമേഴ്സിൻ്റെ അടുത്തേക്ക് എത്തുന്നു. ഉപയോഗിക്കുന്നവരുണ്ട്, അതുപോലെ തന്നെ പബ്ലിക് ഉണ്ട്. പബ്ലിക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നവരെയാണ് കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത്. ആ പ്രോഡക്റ്റ് യൂസ് ചെയ്യാത്തവരെ നമ്മൾ പബ്ലിക് എന്ന് പറയുന്നു. സോ ഈ ഒരു റിലേഷൻ, കമ്പനി ടു ഇൻ്റർമീഡിയറ്ററീസ്, ഇൻ്റർമീഡിയറ്ററീസ് ടു കൺസ്യൂമേഴ്സ് ആൻഡ് കൺസ്യൂമേഴ്സ് ടു പബ്ലിക്, ഈ ഒരു റിലേഷൻഷിപ്പ് ഇല്ലാത്ത, ഗുഡ് കമ്മ്യൂണിക്കേഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റിൻ്റെ സെല്ലിങ് വളരെ പുവറായിരിക്കും. സോ എങ്ങനെയാണ് നമുക്ക് ഈ കമ്മ്യൂണിക്കേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത്? ഒരു കമ്പനി എടുത്തു കഴിഞ്ഞാൽ they follow different methods അല്ലെങ്കിൽ different techniques to get a good communication with the consumers. ആ ടെക്നിക്സ് ആണ് നമ്മൾ ഈ മോഡ്യൂളിൽ പഠിക്കുന്നത്. they are advertising, personal selling, sales promotion, public relations and direct marketing. നമുക്കിതൊക്കെ പരിചയമുള്ള ടേംസുകളായിരിക്കും, പക്ഷേ ഇതിൻ്റെ കുറച്ച് ഡീറ്റെയിൽ ടേംസിലേക്ക് നമ്മൾ ഈ മോഡ്യൂളിൽ പോകുന്നത്. കമ്പനി ഇൻ്റർമീഡിയറ്ററീസിൻ്റെ അടുത്ത് വരെ ദേ ഫോളോ ദീസ് സ്റ്റെപ്സ്. ഇൻ്റർമീഡിയറ്ററീസ് ടു കൺസ്യൂമേഴ്സ്, ഈ എല്ലാ മെത്തേഡ്സ് അല്ലെങ്കിൽ ഇതിൽ ചിലത് എങ്ങനെ ഫോളോ ചെയ്യും. കൺസ്യൂമേഴ്സ് ഈ ഒരു പ്രോഡക്റ്റിനെ പറ്റി പബ്ലിക്കിൻ്റെ അടുത്ത് എത്തിക്കുന്നത് അവർ വേർഡ് ഓഫ് മൗത്ത് ആയിരിക്കും. ചിലപ്പോൾ നമ്മളൊരു പ്രോഡക്റ്റ് യൂസ് ചെയ്തു, അതിനെപ്പറ്റി അത് ഉപയോഗിക്കാത്തവരോട് നമ്മൾ പറഞ്ഞു, അങ്ങനെയായിരിക്കും ഈ പ്രോഡക്റ്റിൻ്റെ കമ്മ്യൂണിക്കേഷൻ ട്രാൻസ്ഫർ ചെയ്യുന്നത്. നമ്മൾ നേരത്തെ മാർക്കറ്റിംഗ് മിക്സ് പഠിച്ചിരുന്നു. Marketing mix, there are 4 P's: place, product, price and promotion. So they are the 4 P's of marketing mix. Now we are going to study what is promotion mix. നമുക്കൊരു പ്രോഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്യുന്നതിനകത്ത് ഏതൊക്കെ കണ്ടൻസ് ആണ് നമ്മൾ അതിനകത്ത് യൂസ് ചെയ്യുന്നത്. സോ അതിനകത്ത് നമ്മൾ മെയിൻലി 5 കണ്ടൻസ് ആണ് അല്ലെങ്കിൽ 5 ടെക്നീക്സ് ആണ് യൂസ് ചെയ്യുന്നത്. ദേ ആർ അഡ്വർടൈസിങ്, സെയിൽസ് പ്രൊമോഷൻ, പേഴ്സണൽ സെല്ലിംഗ്, പബ്ലിക് റിലേഷൻസ് ആൻഡ് പബ്ലിസിറ്റി ആൻഡ് ഡയറക്റ്റ് മാർക്കറ്റിംഗ്. ഈ ഓരോ ടേംസും നമുക്ക് വളരെ കോമൺ ആയിട്ട് നമുക്ക് പരിചയമുള്ള ടേംസ് ആയിരിക്കും. ഇതിൻ്റെ ഓരോ ടേംസിൻ്റെയും ഡീറ്റെയിലിംഗ് ആണ് നമ്മൾ ഈ മൊഡ്യൂളിൽ പഠിക്കുന്നത്. Advertising. As we all know, it's the most common technique for marketing communication. It's a publication of information regarding products put up for sales and is a method to bring the producer in touch with the customers. Or it's a process of communicating convincing information about the product to target market by means of written and speech or by visual materials. അതായത് നമുക്ക് ഇറ്റ്സ് എ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സാണ്. നമ്മുടെ കമ്പനി കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് നമ്മുടെ പ്രോഡക്റ്റിനെ പറ്റിയുള്ള ഇൻഫർമേഷൻസ് ആണ് ഇവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇറ്റ്സ് എ ഇൻഫർമേഷൻ അബൌട്ട് ദ പ്രോഡക്റ്റ് ടു ടാർഗറ്റ് മാർക്കറ്റ്. ടാർഗറ്റ് മാർക്കറ്റ് ആണ് നമ്മുടെ കസ്റ്റമേഴ്സ്. ബൈ മീൻസ് ഓഫ് റിട്ടൺ ആൻഡ് സ്പീച്ച്. ഇറ്റ് ക്യാൻ ബി പ്രിൻറ്റഡ് അഡ്വർടൈസ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഓഡിയോ അഡ്വർടൈസ്മെൻറ്റ്സ് ആവാം. ഓർ ബൈ വിഷ്വൽ മെറ്റീരിയൽസ്, നമുക്ക് ടി വിക്കകത്ത് കാണുന്ന അഡ്വർടൈസ്മെൻറ്റ്സ് പോലെ വിഷ്വൽ മെത്തേഡ്സ് ആയിരിക്കാം നമ്മൾ ഫോളോ ചെയ്യുന്ന അഡ്വർടൈസ്മെൻറ്റ് ടെക്നിക്ക്.
What are the functions of advertising department? First one, preparation and control of advertising budget. നമുക്കൊരു അഡ്വർടൈസിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കതിനൊരു ബഡ്ജറ്റ് ഉണ്ടാകണം. ഒരു കമ്പനിക്ക് എത്ര മാത്രം എമൗണ്ട് നമ്മൾ ആ പറയുന്ന അഡ്വർടൈസ്മെൻറ്റിന് വേണ്ടി യൂസ് ചെയ്യണം. സോ വി ഹാവ് ടു പ്രിപ്പയർ എ ബഡ്ജറ്റ് and control the budget. That is the first function of advertising department. Second one, supervising advertising and market research. They have to supervise the activities of the advertising as well as the market research. New fields of market le namukku research cheyyanam. Idu advertising department supervise cheyyanam. Third one, cooperation with the sales and other department. Always marketing department is connected with the sales and other department. ഇപ്പം സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് അവർക്ക് കോർഡിനേഷൻ ഉണ്ടാകണം. അതർ ഡിപ്പാർട്ട്മെൻറ്റ്സുമായിട്ട് എന്തിനാണ് ഇവർക്ക് കോർഡിനേഷൻ വേണ്ടത്? ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് കോർഡിനേഷൻ ഉണ്ടാവണം ടു കൺട്രോൾ ദ ബഡ്ജറ്റ്. അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, നമ്മുടെ അഡ്വർടൈസ്മെൻറ്റ് അല്ലെങ്കിൽ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്ന ഈ എമൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ ദേ ഹാവ് ടു കോർഡിനേറ്റ് വിത്ത് ദ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. Next is distribution of advertising materials. They have to distribute the advertising material to the target market. Then production and supervision of sales promotion materials. Sales promotion വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസിനെ പ്രൊഡ്യൂസ് ചെയ്യുക, അതിനെ സൂപ്പർവൈസ് ചെയ്യുക. The coordination with the employer and public relation department for improving public and employee relation. They have to maintain the public and employee relationship properly. Then ഇമ്പോർട്ടൻസ് ഓഫ് അഡ്വർടൈസിങ്. എന്തുകൊണ്ടാണ് നമുക്ക് അഡ്വർടൈസിങ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത്? അഡ്വർടൈസിങ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ദ കസ്റ്റമേഴ്സ്. കസ്റ്റമേഴ്സിന് ഒരു പ്രോഡക്റ്റിനെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ ഒരു അഡ്വർടൈസിങ് അല്ലെങ്കിൽ പ്രോഡക്റ്റിൻ്റെ ഇൻഫോർമേഷൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ കസ്റ്റമേഴ്സ് ഈ പ്രോഡക്റ്റിനെ പറ്റി അറിയില്ല. അഡ്വർടൈസിങ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ സെല്ലർ ആൻഡ് കമ്പനീസ് പ്രൊഡ്യൂസിങ് ദ പ്രോഡക്റ്റ്. ഒരു സെല്ലർ അല്ലെങ്കിൽ കമ്പനിക്ക് അഡ്വർടൈസ്മെൻറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ കസ്റ്റമേഴ്സിൻ്റെ അടുത്തേക്ക് ഒരു റീച്ച് കിട്ടത്തില്ല. അഡ്വർടൈസിങ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ദ സൊസൈറ്റി. സൊസൈറ്റിക്ക് ഒരു പ്രോഡക്റ്റിനെ പറ്റി, ഇപ്പം പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്ന ആളാവില്ല സൊസൈറ്റി എന്ന് പറഞ്ഞാൽ, അതിനകത്ത് പ്രോഡക്റ്റ് യൂസ് ചെയ്യാത്തവരുണ്ട്. സോ അഡ്വർടൈസിങ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ദ സൊസൈറ്റി. ദെൻ പബ്ലിസിറ്റി, പ്രോഡക്റ്റിന് മാക്സിമം പബ്ലിസിറ്റി കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് യൂസ് ചെയ്യുന്നത്. Classification of advertising. There are mainly 5 classification of advertising: print, broadcast, outdoor, direct marketing and covert advertising. നമ്മൾ പ്രിൻ്റ് അഡ്വർടൈസിങ് മീഡിയാസിനെ പറ്റി നമുക്ക് വളരെ ഫെമിലിയർ ആയിരിക്കും. ദേ ആർ ന്യൂസ് പേപ്പേഴ്സ്, മാഗസീൻ, ബ്രോഷേഴ്സ്. നമുക്കറിയാം നമ്മുടെ ന്യൂസ് പേപ്പേഴ്സ് അല്ലെങ്കിൽ നമ്മൾ മേടിക്കുന്ന മാഗസീൻസ്, നമ്മുടെ കൈ കിട്ടുന്ന ബ്രോഷേഴ്സിനകത്തൊക്കെ എന്തുമാത്രം അഡ്വർടൈസ്മെൻ്റ് ആണുള്ളത്. ദേ ആർ ദ പ്രിൻ്റ് മീഡിയ. നമുക്ക് പ്രിൻ്റ് ചെയ്ത് നമ്മുടെ കൈ കിട്ടുന്ന അഡ്വർടൈസിങ് മെത്തേഡിനെയാണ് പ്രിൻ്റ് അഡ്വർടൈസിങ് മെത്തേഡ് എന്ന് നമ്മൾ പറയുന്നത്. സെക്കൻഡ് ഈസ് ബ്രോഡ്കാസ്റ്റിംഗ് ടെക്നിക്. റേഡിയോ അല്ലെങ്കിൽ ടെലിവിഷനിൽ കൂടെ നമുക്ക് കിട്ടുന്ന അഡ്വർടൈസ്മെൻറ്റ് അല്ലെങ്കിൽ അതിനുള്ള പബ്ലിസിറ്റി, അതിനെയാണ് നമ്മൾ ബ്രോഡ്കാസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. തേർഡ് വൺ ഈസ് ഔട്ട്ഡോർ ടെക്നിക്. ഔട്ട്ഡോർ അതിൽ 2 ടെക്നിക്കുണ്ട്. ഒന്ന് ഹൈവേ ബിൽ ബോർഡ്സ് ആൻഡ് ട്രാൻസിറ്റ് പോസ്റ്റേഴ്സ്. ഇപ്പം നമുക്കറിയാം, നമ്മളിപ്പം ഒരു ബസ്സിൽ പോകുമ്പം നമുക്കറിയാം വഴിയിൽ എന്തുമാത്രം പോസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഫ്ലെക്സസ് നമ്മൾ കാണുന്നത്. ദേ ആർ നോൺ ആസ് ഹൈവേ ബിൽ ബോർഡ്സ്. ദെൻ ട്രാൻസിറ്റ് പോസ്റ്റേഴ്സ്. ഇപ്പം നമുക്ക് ചില ബസ്സിലൊക്കെ ഒരു കമ്പനിയുടെ പരസ്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുക. ദേ ആർ ട്രാൻസിറ്റ് പോസ്റ്റേഴ്സ്. അടുത്തത് വരുന്നതാണ് ഡയറക്റ്റ് മാർക്കറ്റിംഗ് ടെക്നിക്. കസ്റ്റമേഴ്സ് ആയിട്ടുള്ള ഡയറക്റ്റ്ലി കോണ്ടാക്റ്റിൽ വരിക, അത് ഡയറക്റ്റ് മെയിൽസ്. ദേ ക്യാൻ സെൻഡ് ഡയറക്റ്റ് മെയിൽസ് ടു ദ കസ്റ്റമേഴ്സ്. ദെൻ ടെലിഫോണിക് ആഡ്. നമുക്ക് ടെലിഫോണിൽ നമുക്ക് ആ പ്രോഡക്റ്റിനെ പറ്റിയുള്ള ഇൻഫോർമേഷൻസ് പാസ് ചെയ്യുക. ഓൺലൈൻ ആഡ്സ് ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നിക്കാണ്. നമ്മൾ ഓൺലൈനിൽ നമ്മൾ ആഡ്സ് കൊടുക്കുക. അത് ഡയറക്റ്റ്ലി നമ്മളിപ്പോൾ നമ്മുടെ ഫേസ്ബുക്ക് പേജ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് അറിയാം എന്തുമാത്രം ആഡ്സാണ് അതിനകത്ത് ഡയറക്റ്റ്ലി വരുന്നത്. ഇറ്റ്സ് പേഴ്സണലൈസ്. നമ്മുടെ അടുത്ത് നമുക്ക് വേണ്ട റിക്വയർമെൻറ്റ് അനുസരിച്ചാണ് ദേ മാർക്കറ്റ് ദ പ്രോഡക്റ്റ്. ദെൻ ലാസ്റ്റ് ടെക്നിക്കാണ് കോവേർട്ട് അഡ്വർടൈസിങ്. ഈ ടേം കേട്ട് കഴിഞ്ഞാൽ നമുക്ക് അത്ര ഫെമിലിയർ ആയിരിക്കത്തില്ല, പക്ഷേ അത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഫെമിലിയർ ആയിരിക്കും. കോവേർട്ട് അഡ്വർടൈസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ദേ ഡു നോട്ട് മീൻ ടു അഡ്വർടൈസ്. നമുക്ക് അത് അഡ്വർടൈസ്മെൻ്റ് ആണെന്ന് ഒറ്റ നോട്ടത്തിൽ തോന്നത്തില്ല, പക്ഷെങ്കിൽ കമ്പനി ഉദ്ദേശിക്കുന്നത് ദാറ്റ്സ് ദെയർ അഡ്വർടൈസ്മെൻറ്റ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കാം.
ഒരു ക്രിക്കറ്റ് മാച്ച് അല്ലെങ്കിൽ ഫുട്ബോൾ മാച്ച് കളിക്കുന്ന കളിക്കാരുടെ ജേഴ്സിയിൽ ഒരു സ്പോൺസറുടെ ബ്രാൻഡ് കാണാം. ഇപ്പം നമുക്ക് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ എടുത്തു കഴിഞ്ഞാൽ ദേ ആർ സ്പോൺസർഡ് ബൈ ബൈജൂസ് ആപ്പ്. അപ്പോൾ അത് നോക്കിയാൽ അറിയാം ഇറ്റ്സ് ആക്ച്വലി ആൻ അഡ്വർടൈസിങ്. നമുക്ക് ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ ദേ ആർ സ്പോൺസർഡ് ബൈ ബൈജൂസ് എന്ന് പറയും. പക്ഷെങ്കിൽ വി ക്യാൻ സീ ദാറ്റ് ഇറ്റ്സ് ആൻ അഡ്വർടൈസിങ് ടെക്നിക്. ആ രീതിയിലുള്ള മാർക്കറ്റിങ്ങിനാണ് കോവേർട്ട് അഡ്വർടൈസിങ് എന്ന് പറയാം. ഇപ്പോൾ എന്താ ചില മൂവീസ് എടുക്കാം. ചില മൂവീസിൽ നമുക്ക് ഇൻഡയറക്റ്റായിട്ട് ഓരോ പ്രോഡക്റ്റ് അതിൻ്റെ പേരുകൾ നമുക്ക് സ്പെസിഫൈ ചെയ്യും. ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈവിംഗ് ലൈസൻസ് എന്നുള്ളൊരു മൂവിയിൽ പൃഥ്വിരാജിന് ഒരു സിനിമയുടെ ഡയലോഗ് പറയാൻ, ഒരു ഹോസ്പിറ്റലിനെ പറ്റി ഡയലോഗ് പറയാൻ പറയുന്നു. ദാറ്റ്സ് എ അഡ്വർടൈസിങ് ടെക്നിക് ദാറ്റ് ഇസ് യൂസ്ഡ് ഇൻ മൂവീസ്. അതുപോലെ തന്നെ ടി വി ഷോസിൽ അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കാം. നമ്മുടെ കരിക്ക് സീരീസിനകത്ത് ഇൻ ബിറ്റ്വീൻ അവർ അഡ്വർടൈസ്മെൻ്റ് ആണ് തോന്നാത്ത രീതിയിൽ they mention some product. That's a technique of covert advertising. What are the steps in advertising? The first step is knowing the objective. എന്തിനാണ് നമ്മൾ അഡ്വർടൈസിങ് ചെയ്യുന്നത്, എന്താണ് നമ്മുടെ ഒബ്ജക്റ്റീവ്? So that is the first step in advertising. The second step is to do a research. നമുക്ക് മാർക്കറ്റിനെ പറ്റി ഒരു റിസർച്ച് ഉണ്ടാവണം, നമ്മുടെ പ്രോഡക്റ്റിനെ പറ്റി പ്രോപ്പർ റിസർച്ച് ഉണ്ടാവണം. എങ്കിൽ മാത്രമേ നമുക്ക് അഡ്വർടൈസിങ് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. നെക്സ്റ്റ് ഈസ് ടാർഗറ്റ് ഓഡിയൻസ്. ഹു ആർ അവർ ടാർഗറ്റ് ഓഡിയൻസ്? ഒരു ഫുൾ കമ്മ്യൂണിറ്റിയിൽ ഹു ആർ അവർ ടാർഗറ്റ് ഓഡിയൻസ്? നമ്മൾ നേരത്തെ മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ ടാർഗറ്റിംഗ് ഒക്കെ പഠിച്ചായിരുന്നു. സോ ഒരു മാർക്കറ്റ് റിസർച്ച് ചെയ്തിട്ട് ഫൈൻഡ് ഔട്ട് ദ ടാർഗറ്റ് ഓഡിയൻസ്. നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് മീഡിയ സെലക്ഷൻ. വിച്ച് ഇസ് ദ മീഡിയ വി ആർ ഗോയിങ് ടു അഡ്വർടൈസ്? ടി വി. നമ്മളിപ്പോൾ കുറേ ടെക്നിക്സ് പഠിച്ചു. ഇതിനകത്ത് ഏത് ടെക്നിക്കാണ് നമ്മൾ ഫോളോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ദാറ്റ്സ് എ മീഡിയ സെലക്ഷൻ. നെക്സ്റ്റ് ഈസ് സെറ്റിംഗ് ദ ബഡ്ജറ്റ്. സോ വി ഹാവ് ടു പ്രിപ്പയർ എ ബഡ്ജറ്റ് ഫോർ ദ അഡ്വർടൈസ്മെൻറ്റ്. നമ്മൾ എന്തുമാത്രം എമൗണ്ട് ആണ് ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? സോ വി ഹാവ് ടു സെറ്റ് ദ ബഡ്ജറ്റ്. നെക്സ്റ്റ് ഈസ് designing and creating the ad. We have to design and create the ad. Advertisement നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. സോ കസ്റ്റമേഴ്സിന് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ, അവരെ ഇംപ്രസ് ചെയ്യുന്ന രീതിയിൽ വേണം നമ്മൾ ആഡ്സ് ക്രിയേറ്റ് ചെയ്യാൻ. ഇപ്പം നമുക്ക് പലതരം ആഡ്സ് നമുക്ക് ടി വി നോക്കി കാണാം. ചിലത് സോഷ്യൽ മെസ്സേജസ് കൺവേ ചെയ്യുന്നതാണ്, ചിലതാണെങ്കിൽ ഒരു ഹാപ്പിനെസ് മൂഡിലുള്ളതാണ്, ചിലത് ഒരു സങ്കടപ്പെടുത്തുന്ന മൂഡിലുള്ളതാണ്. സോ ഈച്ച് കൺവേ ദ matter differently to the customers. So we have to design and create the ad to attract the customers. Next is place and time of ad. നമ്മൾ എവിടെയാണ് ഈ ആഡ് പബ്ലിഷ് ചെയ്യേണ്ടത്, ഏത് സമയത്താണ് നമ്മൾ പബ്ലിഷ് ചെയ്യേണ്ടത്? നമ്മൾ യാതൊരു വ്യൂവേഴ്സും ഇല്ലാത്ത സമയത്ത് നമുക്കൊരു ആഡ് റിലീസ് ചെയ്തിട്ട് കാര്യമില്ല. വി ഹാവ് ടു ഗിവ് ദ ആഡ്സ് when there are viewers. നെക്സ്റ്റ് ഈസ് എക്സിക്യൂഷൻ. നമ്മൾ മീഡിയ സെലക്ട് ചെയ്തു, നമ്മൾ ആഡ് ക്രിയേറ്റ് ചെയ്തു, നമ്മൾ പ്ലേസ് ആൻഡ് ടൈം ഡിസൈഡ് ചെയ്തു. നൗ വി ഹാവ് ടു എക്സിക്യൂട്ട് ദ ആഡ്. ദെൻ ലാസ്റ്റ് ഈസ് പെർഫോമൻസ്. നമ്മുടെ ആഡ് എങ്ങനെ പെർഫോം ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മുടെ അഡ്വർടൈസ്മെൻറ്റ് ടെക്നിക്ക് എന്തെങ്കിലും പോരായ്മയുണ്ടോ, ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യുക. ടേക്ക് ദ പ്രോപ്പർ ഫീഡ്ബാക്ക് ഫ്രം ദ കസ്റ്റമേഴ്സ് ആൻഡ് നമ്മുടെ സെയിൽസ് ഇൻക്രീസ് ആകുന്നുണ്ടോ എന്ന് നമ്മൾ മോണിറ്റർ ചെയ്യുക. ഇതാണ് ദ വേരിയസ് സ്റ്റെപ്സ് ഇൻ അഡ്വർടൈസിങ്. നോയിങ് ദ ഒബ്ജക്റ്റീവ്, ദെൻ റിസർച്ച് on the market, find the target audience, media selection, setting the budget, designing and creating the advertisement, place and time of ad, execution and performance. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു വർക്ക് തരുവാണ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് ബെനിഫിറ്റ്സ് ഓഫ് അഡ്വർടൈസിങ് എന്ന് പറഞ്ഞൊരു ടോപ്പിക് ഉണ്ട്. അത് കുറച്ച് പോയിൻ്റേ ഉള്ളൂ. ആ പോയിൻ്റ് നിങ്ങൾ പഠിക്കുക. ഓൾസോ ഗോ ത്രൂ ദ ഹോൾ സ്ലൈഡ്. ആ സ്ലൈഡ്സും പ്രോപ്പറായിട്ട് പഠിക്കുക. ബെനിഫിറ്റ്സ് ഓഫ് അഡ്വർടൈസിങ് പേജ് നമ്പർ 100-ലാണ്. സോ ഗോ ത്രൂ ദാറ്റ്. താങ്ക് യു.